ശ്രീ പിണറായി വിജയനാണ് ആദ്യമായിട്ട് അതിഥി തൊഴിലാളി എന്ന് വാക്ക് ഉപയോഗിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ആ അതിഥി തൊഴിലാളിയെ ജോലി അന്വേഷിച്ച് തൻ്റെ സഹോദരനോടൊപ്പം സഹോദരനെ കാണാൻ വേണ്ടി വന്ന ആ അതിഥി തൊഴിലാളിയെയാണ് ബംഗ്ലാദേശി കള്ളൻ എന്ന് ബ്രാൻഡ് ചെയ്തുകൊണ്ട് ചാപ്പ കുത്തിക്കൊണ്ട് 16 പേരടങ്ങുന്ന ഒരു സംഘം ആക്രമിച്ച് കൊല ചെയ്തിരിക്കുന്നത്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിച്ചറിയാൻ പറ്റും. ആ നിർഭാഗ്യവാന്, ആ യുവാവിന് പരിക്ക് പറ്റാത്ത ഒരു ശരീരഭാഗവുമില്ല. അപ്പോൾ അത്ര മൃഗീയമായിട്ട് ഒരു മനുഷ്യജീവിയെ അടിച്ചു കൊല്ലാൻ സാധിക്കുന്നത് സത്യം പറഞ്ഞാൽ, കൃത്യം പറഞ്ഞാൽ അത് RSSകാർക്ക് മാത്രമേ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ RSS പ്രാക്ടീസ് കിട്ടിയ, അല്ലെങ്കിൽ അതിന്റെ പരിശീലനം കിട്ടിയവർക്ക് മാത്രമേ ആ രൂപത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ അഖിലാഖിന്റെ കഥ പറഞ്ഞു. അതേമാതിരി ബൽക്കീസ് ബാനുവിന്റെ കഥ തന്നെ നമുക്കറിയാം, കാര്യം തന്നെ നമുക്കറിയാം. ബൽക്കീസ് ബാനുവിന്റെ വീട്ടിൽ പാല് കൊണ്ടേ കൊടുത്തവരാണ് കൃത്യമായി ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ആ കൊലപാതകം നടത്തിയത്. അപ്പോൾ ഈ രൂപത്തിൽ വളരെ മെക്കനൈസ്ഡ് ആയിട്ട്, വളരെ പ്ലാൻ ചെയ്ത്, വളരെയധികം സ്ട്രാറ്റജിക്കലായിട്ട് മൂവ് ചെയ്തുകൊണ്ട് കൊലപാതകം നടത്തുവാൻ അവർക്ക് ട്രെയിനിങ് കിട്ടിയിരിക്കുന്നത് വളരെ ആസൂത്രിതമായിട്ടുള്ള ടെസ്റ്റ് ഡോസ് പരിപാടിയായിട്ട് ഇതിനെ കാണുകയാണ് താങ്കൾ. തടയാൻ സർക്കാർ ശ്രമിക്കുന്നില്ല എന്ന് താങ്കൾ, അല്ലെങ്കിൽ തടയാൻ സർക്കാരിന് പദ്ധതിയില്ല, ഒരു പൊളിറ്റിക്കൽ കോംപ്രമൈസ് എടുത്തിരിക്കുന്നുവെന്ന ആക്ഷേപവും കൂടി താങ്കൾ ഉന്നയിക്കുകയുമാണ്. TM ശശി, ഇതിനകത്ത് നോക്കൂ, വെറുപ്പ് എന്ന് പറയുന്ന സംഗതി പരന്നു കഴിഞ്ഞാൽ അത് പ്രവർത്തിക്കുക ഏത് തരത്തിലാണെന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ചില ആളുകൾ വെറുപ്പ് പരത്താൻ വന്നിരിക്കുന്നു. അതിൽ തന്നെ നേരത്തെ ഉന്നയിക്കപ്പെടുന്ന വെള്ളാപ്പള്ളി നടേശൻ, അദ്ദേഹം നിരന്തരമായിട്ട് മുസ്ലിം ഹെയ്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വളരെ എക്സ്പ്ലിസിറ്റായി തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊരു പ്രതിരോധവും നിങ്ങൾക്കില്ല. ശ്രീ വെള്ളാപ്പള്ളി, താങ്കൾ ഇത് പറയരുത് എന്നൊരു വാക്കുപോലും നിങ്ങൾ പറയുന്നില്ല. അപ്പം നിരന്തരമായി ഇത് പറഞ്ഞുകൊണ്ടിരുന്നാൽ ആളുകൾക്ക് തോന്നുന്നത് എന്താണ്? അവർ കുഴപ്പമാണെന്ന് തോന്നുകയും പിന്നീട് അവരെ വഴി കണ്ടെത്തല്ലാനും തോന്നും. ഇപ്പോൾ കേരളത്തിൽ വളരെ തുറന്ന വർഗീയത പറയുന്ന ആളുകളുടെ എണ്ണം എടുത്താൽ ഇതിൽ പ്രധാന ഗണനീയനായി ഇദ്ദേഹം പ്രത്യക്ഷപ്പെടുകയാണ് ഈ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹത്തോട് പോലും അനുഭാവത്തിൻ്റെയും ചേർത്തു നിർത്തലിൻ്റെയും സമീപനമുള്ള നിങ്ങളാണ് മതനിരപേക്ഷത എന്ന കോമഡി പറയുന്നത് എന്ന് VR അനൂപ് പറയുന്നു. ഈ പോയിന്റിന്റെ മറുപടി പറയാമോ? രണ്ട് വിഷയത്തിൽ പറയണം. ഒന്ന്, നിങ്ങളോട് പറഞ്ഞത് ആദ്യം നിങ്ങൾ എൻ്റെ നിന്ന് മാറിയ ഉടനെ നിഷാദ് പറഞ്ഞു വെച്ചത് വംശീയമായി ഇതിൽ യാതൊരു എലമെന്റും ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ CPM പ്രതി പറഞ്ഞു വെച്ചു എന്നാണ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ അങ്ങനെ പറയാത്തത് നിങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് വ്യാഖ്യാനിക്കണ്ട. ഞാൻ പറഞ്ഞത് വിഷയം പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നലെ നടന്ന സംഭവത്തിൽ എന്തൊക്കെയാണ് മോട്ടീവ് എന്നതിനെ സംബന്ധിച്ച് പോലീസ് അന്വേഷിച്ച് അതിന്റെ വിശദാംശങ്ങൾ എടുത്തതിന് ശേഷം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതും പറയേണ്ടതുമുണ്ടെങ്കിൽ CM പറയേണ്ടതാണെങ്കിൽ CM പറയും, MP രാജേഷ് പറയേണ്ടത് MP രാജേഷ് അത് പറയും. അത് അന്വേഷിച്ച് വിവരം CI പോലും, അവിടുത്തെ പോലീസ് അന്വേഷണ ദിവസം പോലും പറഞ്ഞാൽ എന്താ, വിഷയത്തിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾ 5 പ്രതികളെ കിട്ടി, ഇനിയും പ്രതികളുണ്ട്, അവരെന്തൊക്കെയാണ് ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യം ഞങ്ങൾ കൂടുതൽ അന്വേഷിക്കേണ്ടതുണ്ട്, അവർ മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ പറയേണ്ടതുണ്ട് എന്ന് പോലീസ് ദിവസം പറയണു. അന്വേഷിച്ച് വിവരം കിട്ടിയതിന് ശേഷം ബാക്കി പറയും, ആദ്യമേ തന്നെ പറയില്ല. അതാണ് ഒന്നും കാര്യം. രണ്ടാമത്തെ കാര്യം, ശ്രീ VR അനൂപ് പറയാണ്, വളരെ അദ്ദേഹം വന്ന് പറയുന്നത് മതനിരപേക്ഷതയെ കുറിച്ച് CPM ഉണ്ടാകാൻ പാടില്ല എന്നാ. ആരാ പറഞ്ഞത്? RSSന് വളം വെച്ചു കൊടുക്കുന്ന ഇവിടെ കേരളത്തിലാരാ? ഈ രാജ്യത്താരാ? രാജ്യത്ത് RSSന് വളവിന് കോൺഗ്രസ് അല്ലേ? ഇവര് പറയാണ് കേസ് എടുത്തിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, പ്രവീൺ തൊഗാഡിയ ഈ രാജ്യത്ത് വന്ന് വിദ്വേഷ പ്രസംഗം നടത്തിയിട്ട് ഒരു കേസ് പിൻവലിച്ചത് നിങ്ങളുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉണ്ടാകുമ്പോഴാണ്. ഒരു പോലീസുകാരനെ RSSകാരൻ കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ട് ആ കേസ് പിൻവലിച്ചത് കുട്ടികളിലെ പോട്ടെ പറഞ്ഞത് നിങ്ങളുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്.